നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ കാസ സംസ്ഥാന സമിതി തീരുമാനിച്ചു. നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സുശക്തമായ NDA ഗവൺമെൻറ് കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും സാമുദായിക സന്തുലിതാവസ്ഥയോടെ ഭാരതത്തിൽ മതേതരത്വം നിലനിൽക്കേണ്ടതിനും മോദി സർക്കാർ തുടങ്ങിവെച്ച അത്ഭുതകരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനും 2014 മൻമോഹൻ സിംഗ് അധികാരമൊഴിയുമ്പോൾ ലോക സാമ്പത്തിക ശക്തിയിൽ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഭാരതത്തെ 10 വർഷത്തിനപ്പുറം ഒരു കാലത്ത് രാജ്യത്തെ കോളനിയായി അടക്കി ഭരിച്ച ബ്രിട്ടനെയും പിന്തള്ളി ഇന്ന് ലോകത്തെ 5ാം സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ ഉയർത്തിയ മോദി സർക്കാരിന് കീഴിൽ രാജ്യം കൂടുതൽ മുന്നേറി വികസിതമാകേണ്ടത് ആവശ്യമാണെന്നതും മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ ഓരോ ഭാരതീയനെയും പ്രാപ്തമാക്കുകയും ചെയ്തതുമായ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും MPമാർ ലോക്സഭയിൽ കേരളത്തെ പ്രതികരിക്കാനും ഇതൊക്കെ വേണ്ടതുകൊണ്ടും NDA സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുവാൻ കാസ സംസ്ഥാന സമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. കേരളത്തിൽ കഴിഞ്ഞ 68 വർഷം മാറി മാറി ഭരിച്ചു മുടിച്ച ഇടത് വലത് മുന്നണികളുടെ അഴിമതിയേക്കാളും സ്വജനപക്ഷപാതത്തെക്കാളും സാമുദായിക താൽപ്പര്യവും രാജ്യ താൽപ്പര്യവും മുൻനിർത്തി ഇടതു വലത് മുന്നണികളെ ഞങ്ങൾ ഭയക്കുന്നത് ന്യൂനപക്ഷ താൽപ്പര്യം സംരക്ഷിക്കുക എന്ന വ്യാജേന ന്യൂനപക്ഷ സംരക്ഷകർ എന്നുള്ള അട്ടിപ്പേർ അവകാശത്തിനായി ന്യൂനപക്ഷമെന്നതിൻ്റെ പരിഗണന പൂർണ്ണമായും 26% മുസ്ലിം സമൂഹത്തിന് മാത്രം നൽകാൻ ഇടതു വലത് മുന്നണികൾ തമ്മിൽ മത്സരിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ നടത്തുന്ന കടിപിടിയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും ഉൾപ്പെട്ട പൊതുസമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്കായി എടുക്കേണ്ടുന്ന തീരുമാനങ്ങളിൽ പോലും മറ്റ് വിഭാഗക്കാരുടെ വികാരം മാനിക്കാതെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന തിട്ടൂരം ഭയന്ന് തീരുമാനമെടുക്കുന്ന ഭരണപക്ഷവും അതിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷവുമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മാറിയിരിക്കുന്നു. ഈ രണ്ട് മുന്നണികളുടെയും കഴിഞ്ഞ 15 വർഷത്തെ നിലപാടുകൾ ഓരോന്നായി ഇഴകീറി പരിശോധിച്ചാൽ എല്ലാം തന്നെ പൊതുസമൂഹത്തെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു സമുദായ സംഘടന എന്ന നിലയിൽ സമുദായ താൽപ്പര്യം മുൻനിർത്തി വിലയിരുത്തുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകളും നിലവിൽ പുലർത്തി വരുന്ന നിലപാടുകളുമെല്ലാം തന്നെ ക്രിസ്ത്യൻ സമുദായത്തെ വെറും രണ്ടാം തരം പൗരന്മാരാക്കി അവഗണിക്കുന്നതാണെന്നുള്ളതുകൊണ്ടും നിലവിലെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ അവർ പുലർത്തി വരുന്ന നിലപാടുകളിൽ മാറ്റം വരുത്തില്ല എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. ഇക്കാലമത്രയും കേരള ക്രിസ്ത്യൻ സമൂഹം ഇരു മുന്നണികളെയും പിന്തുണച്ചിരുന്നവരാണ്. ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗം ഇന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFനെയാണ് അകമഴിഞ്ഞ് പിന്തുണച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു ദശകമായിട്ട് അതിന് വില കൽപ്പിക്കാത്ത രീതിയിൽ ന്യൂനപക്ഷത്തിൽ സാമുദായികമായ സംഘടിത ശക്തിയായ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ ഇടതുമുന്നണിക്കൊപ്പം വലതുമുന്നണിയും മത്സരിക്കുന്ന വളരെ ഭീതിതവും ഉത്കണ്ഠയുളവാക്കുന്നതുമായ ഒരു കാഴ്ചയാണ് നിലവിൽ കേരളത്തിൽ കാണാൻ കഴിയുക. സംഘടിത വോട്ട് ബാങ്കായ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിനായി ക്രിസ്ത്യൻ സമുദായം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളിൽ തികച്ചും മുസ്ലിം സമൂഹത്തിന് അനുകൂലമായ ഏകപക്ഷീയമായ നിലപാടാണ് ഇരുമുന്നണികളും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ മതമൗലിക വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിസ്ത്യൻ സമൂഹത്തോട് കാട്ടുന്ന പല വിധത്തിലുമുള്ള സംഘടിത സ്വഭാവമുള്ള കുത്സിത പ്രവൃത്തികൾ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു പ്രസ്തുത മുന്നണികളുടെ ഇന്നത്തെ രാഷ്ട്രീയ നയം. എന്നാൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായം നേരിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും NDA മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന BJP ക്രൈസ്തവ സമുദായത്തിനൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രാജ്യത്ത് എല്ലായിടത്തും എന്ന പോലെ കേരളത്തിലും ആവശ്യമാണ്. നിലവിൽ ഉത്തരേന്ത്യയിലെ മതപര വിഷയങ്ങളിലുള്ള ചില അസ്വാരസ്യങ്ങൾ അല്ലാതെ മറ്റൊരു വിഷയങ്ങളിലും ഹൈന്ദവ സമുദായമായി ക്രിസ്തീയ സമുദായത്തിന് പ്രശ്നങ്ങളില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവമായ നിലപാട്. 80:20 എന്ന അന്യായമായ ന്യൂനപക്ഷ സംവരണ വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഹൈക്കോടതി വിധി പ്രകാരം അർഹമായത് നൽകണമെന്ന് വാദിച്ച ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഹാഗിയ സോഫിയ വിഷയത്തിലും മത മൗലികവാദികളുടെ ഭീഷണിയിൽ പാലാ ബിഷപ്പിന് സംരക്ഷണവുമായി വന്നതും ജോസഫ് മാഷിനെ പിന്തുണച്ചതും ഏറ്റവും ഒടുവിലായി പൂഞ്ഞാറിലെ യുവവൈദികനെ പള്ളി കോമ്പൗണ്ടിൽ ഒരു വിഭാഗത്തിലെ യുവാക്കൾ വണ്ടിയിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചതുൾപ്പെടെ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം തന്നെ പിന്തുണയായി നിന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇതൊക്കെ കേരളത്തിൽ ക്രൈസ്തവ സമുദായം ലോക്സഭാ ഇലക്ഷനിൽ ആരെ പിന്തുണയ്ക്കണം എന്നതിൻ്റെ ഉത്തരമാണ്. ഒരു കാലത്ത് കോൺഗ്രസ് നയിച്ചിരുന്ന മതേതര മുന്നണിയായ UDF ഇന്ന് വെറും ഇസ്ലാമിക മത മൗലികവാദ വർഗീയതയുടെ ആസ്ഥാനമായി മുസ്ലിം ലീഗിനാൽ നയിക്കപ്പെടുന്ന സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അവർക്ക് അരിയും മലരും കുന്തിരിക്കവും നൽകുമെന്ന് ഭീഷണി മുഴക്കിയ പോപ്പുലർ ഫ്രണ്ട് എന്ന
മതമൗലികവാദ പ്രസ്ഥാനം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ നിരോധനത്തോടെ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിൻ്റെ അറസ്റ്റോടെയും അതിൻ്റെ അനാഥരായ അണികളെയെല്ലാം ഏറ്റെടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നതോ മുസ്ലിം ലീഗിലും യൂത്ത് കോൺഗ്രസിലും DYFI, AIYF എന്നീ യുവജന പ്രസ്ഥാനങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയകാര്യ സംഘടനയായ SDPI തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഐക്യജനാധിപത്യ മുന്നണിയെ പരസ്യമായി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. ഇതുവരെ മുസ്ലിം ലീഗ് മാത്രമായിരുന്നു മുന്നണിയെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇനി SDPI ലീഗ് സഖ്യമായിരിക്കും UDFനെയും കോൺഗ്രസിനെയും നിയന്ത്രിക്കുക എന്നതും ഞങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന മതമൗലികവാദ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഘടകമായ SDPIയുടെയും UDFനുള്ള പരസ്യ പിന്തുണ പോലും വേണ്ട എന്ന നിലപാടെടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല. ഫലത്തിൽ SDPIയുടെ പിന്തുണ ഇടതുമുന്നണികളുടെ അംഗമായ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നതോടെ അവർ അധികാരത്തിൽ വന്ന രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന മതമൗലികവാദ സംഘടനയുടെ നിരോധനം നീക്കി അവരുടെ ജയിലിലുള്ള തീവ്രവാദി നേതാക്കളെ മോചിപ്പിച്ച് രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ പോലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസ് പ്രതിയായ മദനിയെ മോചിപ്പിച്ചത് നമ്മുടെ മുന്നിൽ ഇവരുടെ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ജ്വലിക്കുന്ന സത്യമായി നിൽക്കുന്നു. ദേശീയ തലത്തിൽ ഉണ്ടായ പരാജയങ്ങളുടെ കാരണങ്ങൾ വിലയിരുത്തുവാനോ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിലവിൽ പുലർത്തിവരുന്ന ഇസ്ലാം പ്രീണന നയങ്ങളിൽ മാറ്റം വരുത്തുവാനോ തയ്യാറാകാതെ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിനായി കോൺഗ്രസ് സ്വയം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആ പാർട്ടിയിൽ ക്രിസ്ത്യാനികൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല എന്ന വിലയിരുത്തലിലാണ് യുക്തിപൂർവ്വം ചിന്തിക്കുന്നവർക്ക് എത്തിച്ചേരാൻ കഴിയുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന CPIMനെയും പൊളിറ്റിക്കൽ ഇസ്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവരോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള സ്ഥിതിക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ മുൻകാല പ്രവർത്തനവും നിലപാടുകളും പരിശോധിച്ചതിൽ നിന്നും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വെച്ചു പുലർത്തുന്ന നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ അവർ പ്രവർത്തിക്കില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളായ കാർഷിക പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം, ബഫർ സോൺ വിഷയം, മുല്ലപ്പെരിയാർ വിഷയം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവയൊക്കെയുമുള്ള പരിഹാരങ്ങളും ഒപ്പം മറ്റു വികസനങ്ങളും കേരളത്തിൽ യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ അതിനായി ഫലപ്രദമായി ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. എന്നിരിക്കെ അത്തരം കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുവാൻ കാസ എന്ന സംഘടനയ്ക്കാവില്ല. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി കാസയുടെ പ്രവർത്തകർ അതീവ ജാഗ്രതയോടെയും ആവേശത്തോടെയും ഓരോ ക്രിസ്ത്യ ഭവനങ്ങളിലും എത്തിച്ചേർന്നുള്ള അക്ഷീണമായ പ്രവർത്തനത്തിലൂടെ NDA സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒപ്പം NDAക്ക് വിജയസാധ്യത കുറഞ്ഞതും സവിശേഷ സാഹചര്യം നിലനിൽക്കുന്നതുമായ ചില മണ്ഡലങ്ങളിൽ രാജ്യദ്രോഹികളും ക്രിസ്ത്യൻ സമുദായത്തോട് ശത്രുത പുലർത്തുന്നതുമായ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാതിരിക്കുവാൻ ആ മണ്ഡലങ്ങളിൽ ബുദ്ധിപൂർവ്വമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കാസ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. കാസ സംസ്ഥാന സമിതിക്ക് വേണ്ടി കെവിൻ പീറ്റർ, പ്രസിഡന്റ് ജിയോ മേനാച്ചേരി, സെക്രട്ടറി, ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രസ്താവന അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് എടുക്കണം ആ സംഘടന എന്നതിനെ പറ്റിയാണ്. വ്യക്തമായും അവർ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു സാമുദായിക സംഘടന തന്നെയാണ് അവർ. തീർച്ചയായിട്ടും അവർ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ അവർക്ക് വളരെ വ്യക്തമായി തന്നെ രാഷ്ട്രബോധമുണ്ട് എന്ന് ഞാൻ ഇത്ര നേരം ഈ വായിച്ച സംഗതികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം കേരളത്തിൽ പലപ്പോഴായിട്ട് നടന്ന പല കാര്യങ്ങളും അവർ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. മാത്രമല്ല ഓരോ തവണയും ക്രിസ്തീയ സമുദായത്തിന് നേരെ ചില വെല്ലുവിളികൾ വരുമ്പോൾ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഏത് രീതിയിലായിരുന്നു അവരോടുള്ള സമീപനമെന്നും എന്നാൽ അവർക്ക് എപ്പോഴും പിന്തുണയായിട്ട് നിന്നത് ദേശീയ പാർട്ടിയായിട്ടുള്ള BJP മാത്രമായിരുന്നുവെന്നും അതിനാൽ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP സഖ്യമായ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം അവരുടെ പ്രസ്താവനയിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.